കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിയെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നാണ് PV അൻവർ MLA വാദം. കാരണം മറ്റൊന്നുമല്ല, ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ ചോരക്കറ ഉണ്ടായിരുന്നു എന്ന് പോലീസ് എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരമൊരു പരാമർശമില്ല. പരിയാരം മെഡിക്കൽ കോളേജിലെ സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയ ഉദ്യോഗസ്ഥൻ ഡോക്ടർ അത് കണ്ടില്ലെന്ന് വരുത്തി മനഃപൂർവ്വം വരുത്തി തീർത്തു എന്നാണ് ഒന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ യൂറിനറി ബ്ലാഡർ ശൂന്യമായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ രക്തക്കറ വന്നു? അത് പരിശോധിക്കേണ്ടതല്ലേ എന്നാണ് പി ശശിയെ ആരോപണത്തിൻ്റെ മുൻമുലയിൽ നിർത്തിക്കൊണ്ട് PV അൻവർ ചോദിക്കുന്നത്. അതുമാത്രമല്ല, 0.5 മില്ലിമീറ്റർ കനമുള്ള കയറിൽ 55 കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ തൂങ്ങി നിന്നു? അത് ആ കയറിനൊട്ടും ബലമില്ല, പിന്നെ എങ്ങനെ തൂങ്ങി നിന്നു? ഇതൊക്കെ പോലീസ് പരിശോധിച്ചില്ല. മറ്റൊന്ന്, ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെയോ ഈ നവീൻ ബാബുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കൾ നിയോഗിക്കുന്നവരുടെയോ സാന്നിധ്യത്തിൽ നടത്തേണ്ടതിന് പകരം പോലീസ് ഏകപക്ഷീയമായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടത്തി. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചില്ല. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു വിവാദത്തിൽപ്പെടുന്ന കേസ് എന്നറിഞ്ഞിട്ട് പോലും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാത്തതൊക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ്. കാരണം എന്താണ്? ഈ TV പ്രശാന്ത് എന്ന് പറഞ്ഞ പരാതിക്കാരനുണ്ടല്ലോ, 98,500 രൂപ കൈക്കൂലി കൊടുത്തുവെന്ന് പറയുന്ന അയാൾ എന്ത് ചെയ്തു? അയാൾ പറയുന്നത് കൃത്യമായും ബിനാമിയാണ് TV പ്രശാന്ത് ബിനാമി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പിന്നിലുള്ളത്, TV പ്രശാന്തിന് പിന്നിലുള്ളത് P ശശി ആയതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് PP ദിവ്യ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നത് എന്ന തരത്തിലാണ് MLA ആയ PV അൻവറിൻ്റെ ആരോപണങ്ങൾ നീളുന്നത്. പിന്നെ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ സ്വാഭാവികമായും ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ഹൃദയവാൽവിനുമൊക്കെ തകരാറുകൾ സംഭവിക്കാറുണ്ട് സാധാരണ തൂങ്ങി മരണങ്ങളിൽ. നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് യാതൊരു തകരാറുമില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു പരിശോധനയിലും അതില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? തൂങ്ങി മരിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ പോലും ശരീരത്തിലില്ലെങ്കിൽ അപ്പോൾ ഇത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ? പി ശശിയെക്കുറിച്ച് നിർണായകമായ പല വിവരങ്ങളും നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ഇയാൾ പത്തനംതിട്ടയിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ, ഇയാളത് എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി നേതൃത്വത്തെ ഇത് അറിയിച്ചാൽ അത് P ശശിക്ക് വിനയാകും. ഇങ്ങനെയുള്ള സംശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് PV അൻവറിൻ്റെ വാദങ്ങൾ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ പറയുന്നു, ഇത് കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല, CBI വരണം, CBI വന്നിട്ട് വേണം ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഗൂഢാലോചനയൊക്കെ തെളിയുകയുള്ളൂ. സർക്കാർ പറയുന്ന തരത്തിലല്ല. സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കൃത്രിമത്വമുണ്ട്. അത് പറയുന്നത് വാസ്തവമല്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാത്തത്, ലബോറട്ടറി ടെസ്റ്റിന് അയക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ P ശശി എന്ന ബിനാമി, അതായത് വലിയൊരു പണച്ചാക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാൾക്ക്, തിരുവനന്തപുരത്ത് ബന്ധമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് കൃത്യമായി തന്നെ കേസിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ, കഴിഞ്ഞ ഒക്ടോബർ 14 15 ആ സമയത്ത് തന്നെ ഇതൊക്കെ പുറത്തു വന്നിരുന്നു ആരോപണങ്ങൾ. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, TV പ്രശാന്തിൻ്റെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ TV പ്രശാന്തൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരു നേതാവിൻ്റെയും തിരുവനന്തപുരത്തെ AK സെൻറ്ററിലുള്ള ഒരു നേതാവിൻ്റെയും അടുത്ത ബന്ധു കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബിനാമി ഇടപാടാണ്. പെട്രോൾ പമ്പ്, അത് P ശശിയാണ് പൈസ മുടക്കുന്നത്. ഇപ്പോൾ P ശശിക്ക് വേണ്ടിയാണ് PP ദിവ്യ ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ പോയി നവീൻ ബാബുവിനെ അപമാനിച്ചത്. ഇതൊക്കെയാണ് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. ഒന്നെന്താണ്? അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടത്തിൽ ഇല്ലാതെ പോയി. യൂറിനറി ബ്ലാഡർ ശൂന്യമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമൊന്നുമില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വെച്ചു. എന്നിട്ട് 0.5 മില്ലിമീറ്റർ മാത്രം കനമുള്ള കയറിൽ 55 കിലോ ഭാരമുള്ള മനുഷ്യൻ തൂങ്ങി നിന്നു ഇത്രയും നേരം. അതൊക്കെ പറയുമ്പോൾ, അതങ്ങനെ വസ്തുതകൾ നിരത്തുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നില്ലേ, എന്തൊക്കെയോ ദുർഗന്ധം വമിക്കുന്നില്ലേ, ഈ കേസിൽ മറ്റെന്തോ സംശയങ്ങളില്ലേ എന്ന് ഏതൊരാൾക്കും തോന്നിപ്പോകും. അതാണ് PV അൻവർ ഉന്നയിക്കുന്ന സംശയങ്ങൾ.